Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ജാർ സോഡയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് രണ്ട് ഗ്ലാസ്സുകളാണ് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലാസ്സും ഒരു വലിയ ഗ്ലാസ്സും. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും പരിചയപ്പെടാം. ഇത് പഞ്ചസാര ലായനിയാണ്. നമുക്ക് വേണ്ടത് കസ്കസ്, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, ലെമൺ ജ്യൂസ്, പിന്നെ വേണ്ടത് മിന്റ് ലീഫിന്റെ ജ്യൂസാണ്, അടിച്ചെടുത്ത ജ്യൂസാണ്. നമുക്ക് ജിഞ്ചർ ചതച്ചെടുത്തതാണ്, പച്ചമുളക് ചതച്ചത്, നമുക്ക് സോഡയാണ് വേണ്ടത്. നമുക്ക് ജാർ സോഡ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെറിയ ഗ്ലാസ്സിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് പഞ്ചസാര ലായനി 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മളെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസ്. നമ്മളുടെ ആവശ്യത്തിന് എത്ര വേണ്ട വെച്ചാൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് അടുത്തതായി വേണ്ടത് ചതച്ചു വെച്ച ജിഞ്ചറാണ്. നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതിലും കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചതാണ്. നമുക്ക് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് മിന്റ് ലീഫ് ചതച്ച അതിൻ്റെ ജ്യൂസാണ്. നമുക്ക് 1-2 ടീസ്പൂൺ നമ്മളെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. വലിയ ഗ്ലാസ്സിലേക്ക് ഞാൻ 1-2 ടീസ്പൂൺ കസ്കസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോഡ ഒഴിച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ഗ്ലാസ്സിൽ കൂട്ടി വെച്ചിട്ടുള്ള നമ്മൾ ഇതിലേക്ക് ഗ്ലാസ് കൊടുക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ ജാർ സോഡ തയ്യാറായി കഴിഞ്ഞു. നമ്മളെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചെക്കന്മാരൊക്കെ നോമ്പ് തുറന്നാൽ ഇതിനായിട്ട് ക്യൂ നിൽക്കുകയാണ് കടയിൽ കൂടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കാണ്.